വരുന്നേ. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. കർത്താവിന്റെ പൊന്നുനാമം മഹത്വപ്പെട്ട് ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് അപ്പനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയല്ലോ. കടന്നുവരിക്കുന്ന സകലരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ തക്കവണ്ണം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 12-ാമത് വചനം നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 12-ാമത് വചനം. എല്ലാവരും ഭ്രമിച്ചു സഞ്ചരിച്ചു, ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഒരു നിമിഷം കൂടെ ശിരസ്സുകളെ നമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി സകല മനുഷ്യരും പരിഭ്രമിക്കത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി യെരൂശലേമിൽ വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിനകത്ത് ദേശത്തിന് പരിഭ്രമം വരത്തക്കവണ്ണം വ്യത്യസ്തമായി ചില അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ഭവനത്തിന്റെ അകത്തളങ്ങളില് ചില അത്ഭുതങ്ങൾ നടക്കുവാൻ, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുവാൻ ഇന്ന് പകൽക്കാല സ്വർഗത്തിന് ദൈവം കൃപ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുവാൻ കഴിയാത്തവണ തടസ്സമായി വ്യാപരിക്കുന്ന സകല മാനുഷികമായ പൈശാചികമായ പോരുകളെ, ദേശത്തെ ഭരിക്കുന്ന ഇരുളിന്റെ സ്വാധീനങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ സ്വർഗത്തിന് ഭൂമിക്കുന്നാഥനായ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ശാസിച്ച് അതിന്റെ മേൽ ജയമെടുക്കുന്നു. കർത്താവിന്റെ നാമം ഇന്ന് പകൽക്കാലം ഉയരട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, ബലഹീനതയോടെ കടന്നു വന്ന സകലരെ ബലപ്പെടുത്തണമേ. അത്ഭുതകരമായ വിടുതലുകൾ നൽകണമേ. അമ്മാൻ കൊടുത്ത ഓമൻ എന്ന മാതാവിനെ പൂർണ്ണ സൗഖ്യത്തോടെ പറഞ്ഞയക്കണമേ. ആലയത്തിലെ അതേ ഉപയോഗത്തിനായി നൽകപ്പെട്ട ആ മൈക്കിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം വെച്ച് അനുഗ്രഹിക്കുകയും ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. തുടർന്ന് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 12-ാമത് വചനമാണ് നമ്മൾ വായിച്ചത്. ഇതോടെ വായിക്കാം. എല്ലാവരും ഭ്രമിച്ചു സഞ്ചരിച്ചു, ഇത് എന്തായിരിക്കും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. എല്ലാവരും സഞ്ചരിച്ചു, ഭ്രമിച്ചു, ഇതെന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. സകല മനുഷ്യരും പരിഭ്രമം വരത്തക്കവണ്ണം ഒരു ദൈവപ്രവൃത്തി യെരൂശലേമിൽ വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഒരു ദൈവസഭയ്ക്കകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ ദേശം ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് പുറകില് ഇവിടുത്തെ ശബ്ദത്തിനെതിരെ സംസാരിച്ച ഒരു കൂട്ടം ആളുകൾ ആലയത്തിനകത്ത് കയറി വന്നിട്ട് അവർ പറഞ്ഞൊരു പദമുണ്ട്. അമ്മാനക്കോട പള്ളി വന്നിട്ട് 150 വർഷമായി, മറ്റേ അപ്പുറത്തെ പള്ളി വന്നിട്ട് 80 വർഷമായി, 100 വർഷമായി, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ ഇവിടെ ആരംഭിച്ച കുറച്ചു പേര് കൂടി വരുന്ന ഈ കൂട്ടായ്മയ്ക്ക് എന്താ പ്രശ്നം എന്നവർ ചോദിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം ജീവന്റെ തുടിപ്പകത്തുള്ളവൻ ചലിച്ചുകൊണ്ടിരിക്കുക. ഈ ദൈവത്തിന്റെ ജീവൻ ഒരുവന്റെ അകത്ത് വന്നാൽ അവന് സ്വസ്ഥമായി ഇരിപ്പാൻ കഴിയുകയില്ല. ദേശത്തൊരു പരിഭ്രമം വരത്തക്കവണ്ണ ഒരു ദൈവപ്രവൃത്തി ദേശത്ത് ആലയത്തിനകത്ത് വെളിപ്പെട്ട് കഴിയുമ്പോൾ ദേശം മുഴുവന് കവിട്ടവയുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരാ. ഇന്ന് പകൽക്കാല ദൈവത്തെ ഒരുമിച്ച് എവിടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ അവിടെയെല്ലാം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ആ കർത്താവിന്റെ നാമത്തെ ഞാനെല്ലാം ഉയർത്തിയിട്ടുണ്ടോ അവിടെ എല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്ന് പകല് നമ്മൾ ഒരുമിച്ച് സഭയായി കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറാകുമ്പോൾ ഇവിടെയും അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് പകൽ ചില വീര്യ പ്രവൃത്തികൾ ദൈവസഭയ്ക്കകത്ത് നടക്കുമ്പോൾ ദേശം ഭയപ്പെടുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്.
നമ്മുടെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന സുകുമാരൻ പിതാവ് അവൻ ശ്വാസകോശത്തിനകത്ത് ക്യാൻസർ വന്നിട്ട് RCCയിൽ നിന്ന് അവിടെ 3 മരുമക്കളെ വിളിച്ചു പറഞ്ഞു, ഒരു 3-4 മാസങ്ങളെ ഈ പിതാവ് ജീവിക്കുകയുള്ളൂ, ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം അവരുടെ ഭാര്യ തങ്കമെന്ന മാതാവിനോട് എന്ന് പറഞ്ഞൊരു പദമുണ്ട്. പാസ്റ്ററുടെ ചർച്ചിൽ വന്ന് ഒരുപാട് ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിച്ചത് എനിക്കറിയാം. പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ എന്റെ ഭർത്താവിന് ദൈവം സൗഖ്യം തരും. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ 18 വർഷമായി പൂർണ്ണാരോഗ്യത്തോടെ നമ്മുടെ കൂട്ടായ്മയിൽ നിർത്തിയിരിക്കുന്നു. ആ ദൈവം വിശ്വസ്തനാണ്. അതെ, അവർ അതുവരെ ആ ദൈവത്തിൽ വന്നിട്ടില്ല, പക്ഷെ അവർ കേട്ടു ഇവിടെ സൗഖ്യം നടക്കുന്നു എന്ന്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ആര് പ്രാർത്ഥിക്കുന്നുവോ, ആര് ദൈവവചനത്തോട് പ്രതികരിക്കുന്നുവോ, അവരുടെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കാം, അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാം. ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതത്തിന്റെ ദിവസമായി മാറുക. ദേശം ഭയപ്പെടത്തക്കവണ്ണം ഒരു അത്ഭുതം ദൈവസഭയ്ക്കകത്ത് നടത്തുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? അവർക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കാം, അവർക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ജീവനുള്ളവരൊക്കെയോ ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ വിശുദ്ധ ദിവസം കേട്ടത് എന്താ? കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയില് നിത്യജീവന്റെ തുടിപ്പ് അകത്തുള്ളവൻ ചലിച്ചുകൊണ്ടിരിക്കുക. നമ്മള് ദൈവം നൽകിയിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്. നിത്യജീവന്റെ ഓഹരിക്കാരായിട്ടാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിത്യജീവനെ അവകാശമാക്കുവാൻ ഹല്ലേലൂയ ഒരു യൗവനക്കാരൻ വന്ന് യേശുവിനോട് പറഞ്ഞു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ ദൈവത്തിലെ കൽപ്പനകളെല്ലാം അനുസരിക്കണം. എന്നിട്ട് അവർ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ബാല്യം മുതൽ അനുസരിക്കുകയാണ്, ഇനി എന്താണ് കുറവുള്ളത്? ഇനി ഒരു കുറവുണ്ട്, നിനക്കൊണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച ചിലതുണ്ടല്ലോ, ഇത് എനിക്കുള്ളതാണ്. എന്റെ ആരോഗ്യം, എന്റെ ബലം, എന്റെ സമ്പത്ത്, എന്റെ പ്രശംസ, എന്റെ വിദ്യാഭ്യാസം, എന്റെ ഔദ്യോഗികമായ പദവി നിനക്കുണ്ടെന്ന് പറഞ്ഞ് നീ പിടിച്ചു വെച്ച ചിലതുണ്ടല്ലോ, അതിനെല്ലാം വിൽക്കണം, അതിനെല്ലാം ഉപേക്ഷിക്കണം. വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. നിനക്കുള്ളതിനെ, നിന്റെ സമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗ്രഹിക്കുക. ദൈവരാജ്യത്തിലെത്തണമെങ്കിൽ, നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ, ചിലതൊക്കെ ഉപേക്ഷിക്കണമെങ്കിൽ, ചിലതൊക്കെ വലിച്ചെറിയണമെങ്കിൽ, ആ നിത്യജീവന്റെ വിത്ത് നമ്മുടെ അകത്ത് അതേ കർത്താവ് അത് പകർന്നു കഴിഞ്ഞാൽ, ആ നിത്യജീവന്റെ പ്രത്യാശയെ പ്രാപിച്ച ഒരു ദൈവപൈതലിനെ ലോകം കൊല്ലുമെന്ന് പറഞ്ഞാൽ നീ ഭയപ്പെടണ്ട. കർത്താവ് അനുവദിക്കാതെ നിത്യജീവന്റെ വിത്ത് അകത്തുള്ളവരെ തകർക്കുവാൻ ഉലകത്തിലെ ഒരു വിചാരകന് കഴിയില്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭ ഉറക്കെ പ്രഖ്യാപിക്കാൻ തയ്യാറാകണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, യഹോവയോട് എതിർക്കുന്നവൻ തകർന്നു പോകുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു ദൈവപൈതലിനെതിരെ ആരെല്ലാം ആഭിചാരം ചെയ്താലും ചെയ്തവൻ തകരുന്നതല്ലാതെ ഇത് തകരുന്ന പ്രസ്ഥാനമല്ല. ഈ ആലയത്തിനെതിരെ എന്തെല്ലാം പ്രതികൂലം ഉണ്ടാക്കിയോ അവരെല്ലാം തകർന്നു പോയതല്ലാതെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവപൈതലിനെ തകർക്കുവാൻ ഉലകത്തിന്റെ ഒരു ശക്തിയെയോ എന്റെ ദൈവം അനുവദിക്കയില്ല. ഹല്ലേലൂയ. നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയണം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവപൈതലാണെന്ന്. അങ്ങനെ പറയുവാൻ ചങ്കൂറ്റമുള്ള ഒരുവനെതിരെ ആഭിചാരം ചെയ്യുവാൻ ഉലകത്തിലെ ഒരു ശക്തിക്ക് ദൈവം അനുവാദം കൊടുക്കയില്ല. അവന്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നതല്ലാതെ. അതേ സംഖ്യാപുസ്തകം 23:21 അതാണ് പറയുന്നത്. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിനോട് പറ്റുകയില്ല. 21-ാം വാക്യത്തിൽ പറയുന്നു, യാക്കോബിൽ തിന്മ കാണുവാനില്ലായിരുന്നു. ആ വിചാരം ഫലിക്കുവാനുള്ള തിന്മ ആ പിശാചിന്റേതായ അവയവങ്ങൾ ഏതെങ്കിലും നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് അവിടെ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിന്റെ കുടുംബത്തെ അത് ഫലിക്കും. നമ്മുടെ ജീവിതത്തിൽ വചനപ്രകാരം ജീവിക്കുന്ന ഉറപ്പുള്ള ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചോളം ഈ ലോകത്തിലെ ആഭിചാരകരെയും മന്ത്രവാദിയെയും ഭയപ്പെടേണ്ട. വചനം പറയുന്നു, നമ്മിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്.
ഒരു മന്ത്രവാദി നിനക്കെതിരെ വരുമ്പോൾ നീ ഒന്ന് സ്തോത്രങ്ങളോട് നടന്നാൽ മതി, അവന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി വിട്ടുപോകും. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമെന്ന പ്രത്യാശ അതാണ്. ഞാൻ അവനെ നോക്കി ഭയപ്പെടുകയല്ല, പിന്നെയോ അവന്റെ നടുവിൽ ഞാൻ ജയാളിയായി ജീവിച്ചു കാണിക്കും. ഇന്ന് പകൽ നമ്മുടെയൊക്കെ ഭവനങ്ങൾ അത്ഭുതങ്ങളുടെ ഭവനമായി മാറണം. നമ്മുടെയൊക്കെ ഭവനങ്ങൾ വീര്യപ്രവൃത്തികൾ നടക്കണം. നമ്മുടെ ചുറ്റുപാടുകൾ അത് ദൈവത്തെ ആരാധിക്കുന്ന ഭവനത്തിൽ നോക്കി പറയണം, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന്. യേശു കർത്താവിനോട് കൂടെ നടന്ന ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവർ മീൻപിടുത്തക്കാരാണ്. വിദ്യാഭ്യാസമോ പരിജ്ഞാനമോ വിവരമോ ഒന്നും ഉള്ളവരല്ല. പക്ഷെ അന്ത്യോക്യയിലെ ജനം പറയുന്നു ഇവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാ. എന്താ? അവർ യേശുവിനോട് കൂടെ നടക്കുന്നവരാ. നീ യേശുവിനോട് കൂടെ നടന്നാൽ, കർത്താവിന്റെ വചനപ്രകാരം ജീവിച്ച നിന്നെ നോക്കി ലോകം വിളിച്ചു പറയാ അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാ. ലോകത്തിന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരു ദൈവവേദന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എന്റെ കർത്താവ് എനിക്ക് സകലതും ചെയ്തു തരാൻ വിശ്വസ്തനാണ്. നിന്റെ ഹൃദയത്തിനകത്തൊന്ന് ആഗ്രഹിച്ചാൽ അതിനെ തരുവാൻ കഴിയുന്നവരാണ് നമ്മുടെ ദൈവം. ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇന്നലകൾ ദൈവം ചെയ്തെങ്കിൽ ഇന്നും ചെയ്യുവാൻ ദൈവം ശക്തനാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ചില നാളുകൾക്ക് വേണ്ടി മാത്രമോ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രമോ ഉള്ളവരല്ല കർത്താവ്. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ മഹിമ വെടിഞ്ഞ് ഇറങ്ങി വന്ന യേശുവിന്റെ നാമം ഒരു വ്യക്തിയെ സന്ദർശിച്ചാൽ, ആ കർത്താവ് ഒരു വ്യക്തിയിൽ വന്നാൽ അവന്റെ ജീവിതം മാറും. നമ്മുടെ സഭയ്ക്ക് ഒരു മാറ്റം വരണം. നമ്മുടെ ജീവിതത്തിന് മാറ്റം വരണം. നമ്മുടെ ചിന്തകൾക്ക് ഒരു മാറ്റം വരണം. അതിന് ഏക വഴി യേശുവിനെ ജീവിതത്തിലേക്ക് സ്വീകരിപ്പാൻ കഴിയണം. ഇവിടെ നമ്മൾ വായിച്ചത് എല്ലാവരും ഭ്രമിച്ചു, ചഞ്ചലിച്ചു. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, അതെ, 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 1:14. എരിവുകാരനായ ശീമോൻ, യാക്കോബിന്റെ മകനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരു കൂട്ടം ആളുകൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാനിടയായി. ഇന്ന് പകൽ ഒരു കുടുംബത്തിൽ 5 പേരും ഉണ്ടെങ്കിൽ 5 പേരും ഒരുമനപ്പെട്ട് പൂർണ്ണ സമർപ്പണത്തോടെ ഏകാഗ്രതയോടെ ദൈവത്തിന് മുട്ടുമുടക്കിയാൽ കർത്താവിനോട് വരാതിരിക്കാൻ കഴിയില്ല. ഏറ്റവും വലിയ കുഴപ്പം ഇന്ന് ഒരുമിപ്പിക്കാൻ കഴിയില്ല. ശത്രു അനുവദിക്കുകയില്ല. ഇവിടെ എല്ലാവരും ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. നമ്മളൊക്കെ ഈ പല ഭവനത്തിൽ പാർക്കുന്നവരാണ്. എന്തിനായി ഞായറാഴ്ച രാവിലെ ബന്ധപ്പാടുകൾ സഹിച്ച് വളരെ ദൂരം യാത്ര ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ രാവിലെ ഒക്കെ റെഡിയാക്കി കൊണ്ടുവരാൻ എന്തുമാത്രം ബന്ധപ്പാടാണ്. ഈ ബന്ധപ്പാടുകളെല്ലാം സഹിച്ച് എന്തിനാ ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്? ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ എല്ലാവരും ഒന്നിച്ചിരിക്കണം, ഒരുമനപ്പെടുവാൻ ഇടയായി തീരണം. ഭവനത്തിനകത്ത് ലൈവിലായിട്ട് ഈ മെസ്സേജ് കേൾക്കുന്നവരുണ്ടാകാം. പക്ഷെ ഈ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവമഹത്വം അതുപോലെ അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. മെസ്സേജ് ഈ ലൈവിലൂടെ മെസ്സേജ് കേട്ട് വിടുതൽ പ്രാപിച്ചവർ ധാരാളം പേരുണ്ട്. പക്ഷേ ഈ ആലയത്തിനകത്ത് വെളിപ്പെടുന്ന ദൈവം മഹത്വം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ വരണം. അത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. 2-ാം വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. ഈ ഒരു മുഴക്കം കേൾക്കണമെങ്കിൽ
എല്ലാവരും ഒരു സ്ഥലത്ത് കൂടി വരണം, ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങൾ നടക്കണമോ? ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ആ വിടുതൽ കണ്ടിട്ടാണ് ലോകം പറയേണ്ടുന്നത് അവർക്ക് പരിഭ്രമം വരണം. കർത്താവ് പറയും, നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. അത്രമാത്രം നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ഒരു ദൈവം. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒരു ദൈവമായതിന്റെ പിശാചിന് നോക്കാൻ പോലും കഴിയില്ല. പിശാചിനൊരിക്കൽ കർത്താവ് ചോദിച്ചു, എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി, നീ എന്തിനാ എന്റെ ഭക്തനെ നോക്കിയത്? നിനക്കെന്താ അവകാശം? ഇന്ന് പകൽ ആ ഒരു ഉറപ്പ് നമുക്കുണ്ടോ? എന്റെ പിശാച് നോക്കിയാൽ ചോദിക്കാൻ ഒരു ഉടയവനുണ്ട്. അതിന് വിചാരിക്കുന്ന പെന്തക്കോസ്തുകാരെ കയ്യേറ്റം ചെയ്താൽ ആരും ചോദിക്കാനില്ല എന്ന്. പക്ഷേ ഈ ലോകത്തിൽ ആരും ചോദിച്ചില്ലെങ്കിലും ചോദിക്കാൻ ഒരു ഉടയവനുണ്ട്. നമ്മൾ ഇടയനില്ലാത്ത ആളുകളല്ല, നമുക്കൊരു നല്ല ഇടയനുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ഉറപ്പ്. ആ ഒരു ഉറപ്പും പ്രത്യാശയും ഉള്ളിടത്തോളം നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. ഇവിടെ ഒരു വലിയ മുഴക്കം ഉണ്ടായി. അടുത്ത വാക്യം കൂടെ വായിക്കാം. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. ആ മുഴക്കം വെറുതെ കേട്ടതല്ല. അവർ 120 പേർ കൂടിയിരുന്ന ആ വീട് മുഴുവനും ആ മുഴക്കം നിറച്ചു. ഇവിടെ ദൈവത്തെ പ്രിയ കുഞ്ഞുങ്ങൾ ആരാധിക്കുമ്പോൾ ശക്തമായ ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നു. എത്ര പേർക്കാണ് അത് അനുഭവിക്കാൻ കഴിഞ്ഞത്? ചിലർക്കൊക്കെ ഇതുമായിട്ട് എനിക്കൊരു ബന്ധവുമില്ല എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. അവർക്കത് അനുഭവിക്കാൻ കഴിയില്ല. അതിനോട് പ്രതികരിക്കുമ്പോൾ, അതിനെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വാഞ്ഛയോടെ ആഗ്രഹിക്കുമ്പോൾ അവർക്കാണ് ആ സാന്നിധ്യം തൊട്ടറിയാൻ കഴിയുന്നത്. 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നു, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. ഒരു വലിയ മുഴക്കം കേട്ടു, അത് ആ വീട് മുഴുവനും നിറച്ചു. ഇന്ന് പകൽ എന്റെ ആഗ്രഹം, ഇവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം സകല ആളുകളും സ്പർശിക്കപ്പെടണം. സകല ആളുകളുടെ മേലും അത് തൊടണം. ആ ദൈവിക സ്പർശനം തൊട്ടറിയണം. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത്. അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ് ആ ദൈവത്തിന്റെ സാന്നിധ്യം. അടുത്ത ഭാഗം. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. അത് നമ്മൾ പല പ്രാവശ്യം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർ കാണുക മാത്രമല്ല, അത് ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവെന്ന ചൂടടയാളം നമ്മുടെ മേൽ പതിപ്പിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്. അത് എല്ലാവരുടെ മേലും അത് പതിയപ്പെടുവാനിടയായി. ഇവിടെ ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം ഈ എല്ലാവരുടെ മേലും പതിയപ്പെട്ടാൽ ആർക്കും അലക്ഷ്യമായിരിക്കാൻ കഴിയില്ല. ആർക്കും മയക്കമോ ഉറക്കമോ വരികയില്ല. ആ പരിശുദ്ധാത്മാവിന്റെ സന്ദർശനം, ആ സ്പർശനം, ആ സാന്നിധ്യം ഓരോരുത്തരുടെ മേൽ പതിയപ്പെട്ടാൽ, ഇവിടെ ഇരിക്കുന്ന കുസൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ ശരീരത്തില് ഒരു തീക്കനൽ കൊണ്ട് തൊട്ട് നോക്കിയ ഉറങ്ങും ആ കുട്ടി. ഇദ്ദേഹം എഴുന്നേറ്റ് ചാടും. എന്താ കാര്യം? ആ തീയുടെ സ്പർശനം ഓരോ സഭായോഗത്തിലും ഓരോരുത്തരുടെ മേലും ഈ തീയുടെ സ്പർശനം ഉണ്ടാകണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെ, വെറുതെ വന്ന് കൈയടിച്ചൊരു പാട്ടും പാടി പോവുകയല്ല. പിന്നെയോ ആ സാന്നിധ്യം, ആ സ്പർശനം നമുക്ക് അനുഭവിക്കാൻ കഴിയണം.
യഹോവ നല്ലവനെന്നു രുചിച്ചറിവി. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവ് നല്ലവനാണ്, പക്ഷേ എനിക്കത് രുചിച്ചറിയാൻ കഴിയണം, എനിക്കത് അനുഭവിച്ചറിയാൻ കഴിയണം. ക്രിസ്തീയ ജീവിതം ഒരു അനുഭവമായി മാറണം. ആ കർത്താവിന്റെ സ്നേഹം ഒരു അനുഭവമായി മാറണം. ഇന്നത്തെ തലമുറ സ്നേഹം അന്വേഷിച്ച പല വഴികളിലേക്ക് പോകുന്നു. മാതാപിതാക്കൾക്ക് അവരെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല, സഹോദരങ്ങൾക്ക് സ്നേഹിപ്പാൻ കഴിയുന്നില്ല, ചാർച്ചക്കാർക്ക് സ്നേഹിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സ്നേഹം കിട്ടുന്ന വഴിയെ ഇന്നത്തെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിന്റെ വഴിയെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറയുവാനിടയായി തീർന്നു. നല്ല ദൈവ ഭയമുള്ള കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു പെൺകുട്ടി മദ്യപാനിയായ ഒരുവന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്താ അവരുടെ ജീവിതത്തിന്റെ സ്ഥിതി? വീട്ടിനകത്ത് മദ്യക്കച്ചവടം ചെയ്ത് ഒരു 150 cc ഒരു ബൈക്ക് എടുത്തു. പിന്നെ ആ തലമുടിയൊക്കെ പൈസ കൊടുത്ത് പുതിയ ഫാഷനിൽ വരുത്തി. ഈ പെൺകുട്ടി വിചാരിച്ചു ഇതാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന്. ഇന്ന് പകൽക്കാലം ലോകത്തിലെ സ്നേഹത്തിലേക്ക് തിരിയാതെ ദൈവ സ്നേഹത്തിലേക്ക് നമ്മൾ തിരിയണം. ഇന്നത്തെ തലമുറയെ ദൈവ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാൻ, ദൈവ കൃപയിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് എത്രമാത്രം ബന്ധപ്പാടുണ്ട്. നമ്മുടെ ഭവനത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകൾ നമ്മെ കുറിച്ച് പരിഭ്രമം ഉണ്ടാകണമെങ്കിൽ, അതെ, നമ്മുടെ ഭവനത്തിനകത്തലങ്ങളിൽ ആ ദൈവ സാന്നിധ്യം കുഞ്ഞുങ്ങൾ അനുഭവിക്കണം. നമ്മുടെ ഓരോ ഭവന പ്രാർത്ഥനകളിലും അത് അനുഭവമായി മാറണം. ഒരിക്കൽ സ്വർഗത്തിലെ ദൈവം ബാഹാവൃക്ഷങ്ങളുടെ ഇലകളുടെ മുകളിലൂടെ നടന്നു. ശത്രു സൈന്യം വിചാരിച്ചു ഇതാ പട ശക്തമായി വരികയാ, താഴെ കൂടെയും മോളിൽ കൂടെയും പട വരികയാണെന്ന് പറഞ്ഞ ശത്രു സൈന്യം ജീവനും കൊണ്ടോടി. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ അത് പട്ടിണി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ശത്രു സൈന്യത്തെ പരിഭ്രമിപ്പിക്കുന്ന ദൈവമാ. ഈ പകൽക്കാലം ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിന്റെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ഏകാഗ്രതയോടെ ദൈവസന്നിധി വിട്ടുമുടക്കുമ്പോൾ ശത്രുവാളയത്ത് വലിയ ഇടിവെട്ടാൻ പോകയാ. ശത്രുവാളയത്തിനകത്ത് വലിയ പാച്ചൽ നടക്കണമോ? നീ ദൈവത്തിന്റെ സന്നിധിയിൽ താഴണം, ദൈവസന്നിധി വിനയപ്പെടണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, ഒരുമനപ്പെട്ട് കൂടി വരണം. ഇന്ന് മകൾ ദുഷ്ടൻ ആരും ഓടിക്കാതെ ഓടിപ്പോകുമെന്ന് ദൈവത്തിന്റെ വചന എന്റെ ജീവിതം നിറവേറപ്പെടണമോ? ഹല്ലേലൂയ. ശത്രുക്കൾ കാണുക ഇരുന്നൊരുക്കുന്ന ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആണ് നമ്മളായിരിക്കുന്നത്. സകല മനുഷ്യരും പരിഭ്രമം വരത്തക്കവണ്ണം 120 പേർ കൂടിയിരുന്ന മാളിക മുറിയിൽ ആ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വന്നു. ഇത് പകൽ ഈ ആലയത്തിനകത്ത് ഇറങ്ങുന്ന ദൈവത്തിന്റെ മഹത്വം കണ്ടിട്ട് ഈ ദേശം ഭയപ്പെടണം. നമ്മൾ ഇങ്ങനെ ഇരുന്നാ പോരാ, കുറെ കൂടെ ഉണരണം, കുറെ കൂടെ ആത്മാവിൽ ജാഗരിക്കണം, കുറെ കൂടെ ആത്മാവിന്റെ ശക്തിയോടെ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം തയ്യാറാകണം. ദൈവസഭ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ദൈവസഭയാണ്. ആ പ്രാർത്ഥനയുടെ കുറവുകൾ പരിഹരിക്കപ്പെടണം. അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറും. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ. ഇന്നും ദൈവത്തിന്റെ ഒരു അത്ഭുതത്തിന് കുറവ് വന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു കുഴൽ എഴുന്നേറ്റാൽ അല്ലെ മുടങ്ങം നടന്നാൽ അതാണ് അത്ഭുതം. അത് അത്ഭുതം തന്നെയാണ്. പക്ഷെ വേദപുസ്തകം ആ അത്ഭുതത്തെ മാത്രമല്ല വിവരിക്കും. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 54-ാമത് വാക്യം വായിക്കുമ്പോൾ അവർ വിസ്മയിച്ചു, ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസേ, ശീമോൻ, യൂദ എന്നവരല്ലയോ? ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവനെ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവർ ഇടറിപ്പോയി. മക്കൾ, ഇവിടെ യേശു കർത്താവിന്റെ
ലൂടെ നടക്കുന്ന അത്ഭുതങ്ങൾ, കർത്താവിന്റെ ജ്ഞാനം കണ്ടിട്ട് ജനം വിസ്മയിച്ചു. ദൈവാലയത്തിന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ സകലരുടെയും കണ്ണ് യേശുവിന്റെ മേൽ പതിഞ്ഞു. ജനം ഒരു മനസ്സോടെ ഭയത്തോടെ പറയുകയാ, ഇവന് എവിടെ നിന്നായി ജ്ഞാനം ലഭിച്ചത്? ഇവന്റെ അമ്മ മറിയ ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ, ഇവന്റെ സഹോദരന്മാർ ഇന്ന ആളുകളല്ലേ, പക്ഷേ ആ സഹോദരന്മാർക്ക് ഇല്ലാത്തൊരു ജ്ഞാനം ഇവനെവിടെ നിന്ന് കിട്ടി? അതാണ് രക്ഷിക്കേണ്ടത്. ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങുന്ന ദൈവമായതല്ലേ, നിന്റെ സഹോദര കുടുംബങ്ങൾ ഇല്ലാത്ത സന്തോഷവും ആനന്ദവും നിന്റെ ഭവനത്തിനകത്തുണ്ടാകും. സങ്കീർത്തനത്തിൽ പ്രിയമകൾ ഓർപ്പിച്ചതുപോലെ കഷ്ടത വന്നാലും അതിന്റെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. പട്ടിണിയാണെങ്കിലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയണം. ഒരു ദൈവഭക്തനായ ഒരു മനുഷ്യനുമായിട്ട് ചില മണിക്കൂറുകൾ സംസാരിക്കാനായിട്ട് ഇടയായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം. അദ്ദേഹത്തിന്റെ 3 മക്കളും 2 പേര് US-ലും ഒരാൾ അയർലൻഡിലുമാണ്. ഇന്നെ കാണുന്ന വിശ്വാസി, ഇപ്പോ ഇരിക്കുന്ന ചർച്ചിലെ വിശ്വാസി എന്നെ കാണുന്നത് പാസ്റ്ററിന് യാത്ര ചെയ്യാൻ വില കൂടിയ കാറുണ്ട്, ജീവിത സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇന്നത്തെ വിശ്വാസി എന്നെ കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്റെ ശുശ്രൂഷയുടെ ആരംഭ നാളുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന ദിവസങ്ങൾ ഈ വിശ്വാസിക്ക് അറിയില്ല. നല്ല വസ്ത്രം ധരിക്കാൻ ഇല്ലാതിരുന്ന സാഹചര്യങ്ങൾ ഈ വിശ്വാസിക്ക് അറിയില്ല. എത്രയോ ദിനരാത്രങ്ങൾ രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ നെട്ടോട്ടം ഓടിയ അവസരങ്ങള് ഇന്നത്തെ വിശ്വാസിക്ക് അറിയില്ല. ഇന്നത്തെ വിശ്വാസി കാണുന്നത് പാസ്റ്ററുടെ ഇന്നത്തെ കണ്ടീഷനാണ്. ഇന്ന് സുവിശേഷനിലേക്ക് വരുന്നവരുടെ ദർശനം അതാ. ആ ദേവദാസൻ പറഞ്ഞു, ഈ കഷ്ടതയുടെ തീച്ചൂടയിലൂടെ വരാത്ത ആർക്കും ഈ ശിശുവിനെ നിൽക്കാൻ കഴിയില്ല. ഒരു പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, നിന്ദയും പരിഹാസവും ഏൽക്കുമ്പോൾ ഈ ദൈവദാസൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഓർക്കാൻ കഴിയണം, ഇതിനേക്കാൾ വലിയ കഷ്ടതയോട് ഞാന് പോയിട്ടുണ്ട്, എങ്കിലേ വ്യക്തിക്ക് നിൽക്കാൻ പറ്റും. അനേക കഷ്ടങ്ങളിൽ കടന്ന് നാം ദൈവരാജ്യത്തിൽ എത്തണം. ലോക മനുഷ്യന് കഷ്ടമുണ്ട്, നമുക്ക് കഷ്ടമുണ്ട്. പക്ഷെ നമ്മുടെ കർത്താവ് ജയിച്ചവനാണ്. കഷ്ടത്തെ ജയിച്ചവനാ, മരണത്തെ ജയിച്ചവനാ, പാപത്തെ ജയിച്ചവനാ, പാതാളത്തെ ജയിച്ചവനാ. ജയിച്ച കർത്താവിന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ കർത്താവിനെ സ്തുതിക്കുവാൻ. അല്ലെ, പാട്ടുകാരൻ പറയുന്നു, ഞെരുക്കത്തിന്റെ അപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ. ഉച്ചാരണം ഒന്ന് പാടാമോ? ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലും കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. അതാണ് ദൈവഭക്തന്റെ സമർപ്പണം.
ഞെരുക്കത്തിന്റെ അപ്പം തിന്നാലും കഷ്ടത്തിന്റെ കണ്ണുനീർ കുടിക്കേണ്ടി വന്നാലും എന്റെ ജീവൻ, എന്റെ പ്രാണൻ കർത്താവിന്റെ സന്നിധിയിൽ നിലനിർത്തും. ആ ജീവനെ കൊടുക്കുവാൻ ഞാൻ ഒരുക്കമാണ്. അങ്ങനെ സമർപ്പണമുള്ള ഒരു ദൈവ പൈതലിന് ലോകം ഭയപ്പെടും. അങ്ങനെ തീരുമാനമുള്ള ഒരു ദൈവ പൈതൽ റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ ലോകം പറയും, ഇവൻ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൈവത്തെ സേവിക്കുന്നവരെയും സേവിക്കാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 31-ാമത് വാക്യം വായിക്കുമ്പോൾ അവരെ സൗഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും കൂനൻ സൗഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ടു ആശ്ചര്യപ്പെട്ടു ഇസ്രായേലിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് നാം പലർക്കും ഒരു അത്ഭുതമായി മാറണം. നമ്മെ കാണുന്നവർ യേശുവിനെ കണ്ടെത്തണം. കർത്താവിന്റെ മഹത്വം തിരിച്ചറിയണം. അത് നമ്മൾ ഒതുങ്ങിയിരുന്നാൽ പോരാ, നമ്മൾ വഴിമാറിക്കൊടുത്താൽ പോരാ. ഈ അടുത്ത ദിവസങ്ങളിൽ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കുട്ടി ഒരു ഉന്നത വിജയം കരസ്ഥമാക്കിയപ്പോ ലോകം മുഴുവൻ അറിഞ്ഞു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം ദൈവമക്കൾക്ക് നൽകി. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും അതുപോലെ ഉന്നതരായി തീരണം. യേശുവിന്റെ ക്രൂശ് ചുമന്ന കുറേക്കാരനായ ശീമോന്റെ മക്കളായ അലക്സാണ്ടറും റൂഫസും ഉന്നതന്മാരായി തീർന്നതുപോലെ കർത്താവിന്റെ ക്രൂശിനെ അനുഗമിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു സ്ഥലത്തും താഴുവാൻ ദൈവം അനുവദിക്കില്ല. കൈയോട് ദൈവം ചോദിക്കും, നിന്റെ മുഖം വാടുന്നതെന്ന്. നിന്റെ മുഖം വാടുന്നുവെങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. ആ പാപത്തെ കീഴടക്കുവാൻ കയ്യിന് കഴിയാതെ അവന്റെ മേൽ വന്ന കോപമെന്ന പാപം കുലപാതകനാക്കി മാറ്റി. അവന്റെ അകത്ത് വന്ന പാപമെന്ന സഹോദരനോടുള്ള കോപമാണ്, ആ സ്നേഹമില്ലായ്മ. അതാണ് കയ്യിൽ ചെയ്ത പാപം. നമ്മൾ പലപ്പോഴും അനുസരണക്കേടെന്ന കാര്യം ചെറിയ തെറ്റിന്റെ കൂടെ കാണിക്കുമ്പോൾ ആദാമും ഹവ്വയും ചെയ്ത അനുസരണക്കേടെന്ന ഒരൊറ്റ പാപം കൊണ്ട് ലോകത്തിലെ സകല മാനവരാശിയിൽ ശാപഗ്രസ്തരായി മാറി. ദൈവസനിൽ ചെറിയ പാപമൊന്നോ വലിയ പാപമൊന്നില്ല, പാപം തന്നെയാണ്. അല്ലെ, 1 രൂപ മോഷ്ടിച്ചാലും അവൻ കള്ളനാണ്, 1 കോടി രൂപ മോഷ്ടിച്ചാലും അവൻ കള്ളനാണ്. ചെറിയ പാപം ചെയ്താലും വലിയ പാപം ചെയ്താലും അവൻ പാപിയാണ്. ആദാം ചെയ്ത പാപം അനുസരണക്കേടെന്ന പാപമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ എന്തിനാ നല്ല ശിക്ഷ കൊടുക്കുന്നത്? ഇനി ആ പാപത്തിൽ ആ കുട്ടി വീഴരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ നാം പാപത്തിൽ വീണു പോകാതിരിക്കുവാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ ജനം മുഴുവനും ഭയപ്പെടുകയാ, ചഞ്ചലിക്കുകയാ. എന്താ? ഊമർ സംസാരിക്കുന്നത് കാണുമ്പോ, കൂനർ സൗഖ്യം പ്രാപിക്കുന്നത് കാണുമ്പോ, കുരുടർ കാണുന്നതും കാണുമ്പോ. അതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്നത്തെ വിശ്വാസികളുടെ ഒരു അത്ഭുതം നടക്കുന്നത് ഭയങ്കര കഷ്ടമാണ്. പക്ഷെ അവിശ്വാസികളുടെ ഇടയിലാണ് ഇന്ന് അധികം അത്ഭുതം നടക്കുന്നത്. എന്താ? നമ്മളെല്ലാം തികഞ്ഞവരാ,
അതുകൊണ്ടാ അത്ഭുതങ്ങൾ കുറഞ്ഞു പോയത്. ഇല്ല, ജീവിതത്തിന്റെ ഏത് മേഖലയിലും ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ കഴിയും. സമസ്ത മേഖലയിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അപ്പോഴാണ് ലോകം അതെ ആശ്ചര്യപ്പെടുവാൻ ഇടയായി തീരുന്നത്. മത്തായി 22-ാം അധ്യായം 21-22 വാക്യങ്ങൾ. ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചതിനെ കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ടു. അവനെ വിട്ടു പൊയ്ക്കളഞ്ഞു. കടമ യേശുവിനെ കുടുക്കുവാൻ വന്ന ഒരു കൂട്ടം പരീശന്മാര് യേശുവിനെ കുടുക്കുവാനായിട്ട് യേശുവിൽ നിന്ന് എന്തെങ്കിലും ഒരു വാക്ക് തെറ്റായി ലഭിച്ചാൽ യേശുവിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാനുള്ള പദ്ധതിയുമായി വന്ന ഒരു കൂട്ടം പരീശന്മാര് അവർ വന്ന് യേശുവിനോട് ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ? കർത്താവ് പറയുന്നു, നിങ്ങളൊരു നാണയം കാണിപ്പീരെന്ന് പറഞ്ഞു. ആ നാണയം കാണിച്ചു. ഇതിന്റെ മേലെടുത്ത് ആരുടേതെന്ന് ചോദിക്കുമ്പോൾ അത് കൈസറുടേതെന്ന് പറഞ്ഞു. കർത്താവ് പറയുന്ന മറുപടി, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കും. കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുപ്പി. ഇത് കേട്ടിട്ട് യേശുവിനെ കൊടുക്കാൻ വന്ന പരീശന്മാർ ആശ്ചര്യപ്പെടുവാനിടയായി. നമ്മുടെ വാക്കുകൾ കേട്ട് മറ്റുള്ളവർ ആശ്ചര്യപ്പെടുവാനിടയായി തീരണം. നമ്മുടെ ഭവനത്തിനകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെടുവാനായിട്ട് ഇടയായി തീരണം. അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ നടക്കുന്നത്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവം സർവശക്തനാണ്. ഒരു ക്യാൻസർ രോഗം സൗഖ്യം പ്രാപിച്ചത് ദൈവത്തെ ആരാധിക്കാത്ത ഒരു കുടുംബക്കാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പ്രാർത്ഥിച്ച് സൗഖ്യമായെങ്കിൽ പിന്നെ എന്തിനാ ആശുപത്രി പോയെന്നാണ് ചോദിച്ചത്. ആ ചോദിച്ച വ്യക്തിക്ക് ക്യാൻസർ വന്ന് നോക്കണം, അപ്പോഴേ അതിന്റെ പുളിപ്പറിയാൻ പറ്റുള്ളൂ. ഈ ലോകത്തിലെ മനുഷ്യന് തകർക്കുവാൻ ആവിചാരവും ചെയ്തുകൊണ്ട് നടക്കുന്നതല്ലാതെ ജീവനുള്ള ദൈവത്തിങ്ങനെ തിരിയാതിരുന്നാൽ വരുന്ന ക്യാൻസർ നിന്റെയും കൊണ്ടേ പോവും. ദൈവത്തെ ആരാധിക്കുന്ന കുടുംബത്തിനകത്ത് അത് അത്ഭുതകരമായി നിൽക്കുമ്പോൾ ദേശം കണ്ട് ഭയപ്പെടുവാൻ ഇടയായി തീരണം. അപ്പൊ നമ്മുടെ കർത്താവിന്റെ ജ്ഞാനം കേട്ടിട്ട് ലോകം ഭയപ്പെടുവാൻ ഇടയായി തീർന്നു. 22-ാം അധ്യായത്തിന്റെ 33-ാമത് വാക്യം. പുരുഷാരം ഇത് കേട്ടിട്ട് അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. യേശുവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. സദൂക്യരെ അവൻ മിണ്ടാതാക്കിയ പ്രകാരം കേട്ടിട്ട് പരീശന്മാർ ഒന്നിച്ചു കൂടി. അവിടെ യേശു കർത്താവിന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിക്കുവാനായിട്ട് ഇടയായിരുന്നു. യേശുവിനെതിരായി സംസാരിച്ച സദൂക്യരുടെ വായടയ്ക്കുവാനിടയായി. നമ്മുടെ വാക്കുകൾ ഉറപ്പോടെ ധൈര്യത്തോടെ നാം പറയുമ്പോൾ, നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നവരുടെ വായടയണം. ശത്രുവിന്റെ വായടയ്ക്കുവാൻ മറ്റൊന്നും പറയേണ്ട, കർത്താവിന്റെ നാമത്തെ അവിടെ ഉയർത്തണം. അവിടെ നമുക്ക് പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എന്തെല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി അധ്വാനിച്ചോ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ചെയ്യാൻ കഴിയാവുന്നത് പൂർണ്ണതയോടെ ചെയ്തെന്ന് പറയാത്തത് കഴിയും. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് കർത്താവിന് ചെയ്യാൻ കഴിയുമായിരുന്നില്ലേ? നല്ല ആരോഗ്യമുള്ള സമയം, യാത്ര ചെയ്യുവാൻ സാഹചര്യമുള്ള സമയം, കണ്ണിന് കാഴ്ചയുള്ള സമയം, കാലുകൾക്ക് ബലമുള്ള സമയം കർത്താവിനോട് എന്തെങ്കിലും ചെയ്യണം. ഇതെല്ലാം തീർന്ന ശേഷം എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചാൽ കർത്താവിന് വേണ്ടി ഓടാമെന്നാണ് പറയുന്നത്.
ഇത് സുപ്രസാദകാലം, ഇത് രക്ഷയുടെ ദിവസം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുകയല്ലേ? ആരെങ്കിലും ലജ്ജിച്ചിട്ടുണ്ടോ? പാട്ട് പാടാൻ കഴിയുന്നത് എത്ര പേരുണ്ട് ഇവിടെ? ഇവിടെ വന്ന് പാട്ട് പാടാൻ നിൽക്കാത്തത് ഏറ്റവും കുറവാണെന്ന് പറഞ്ഞ് ലജ്ജിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അത് അനുഗ്രഹം പ്രാപിക്കാൻ തടസ്സം? എന്നിൽ ദൈവം തന്നിരിക്കുന്ന കൃപ ജ്വലിപ്പിക്കാൻ കഴിയാതെ വേണം ഞാനിതിനെ മൂടി വെച്ചിരിക്കുകയാണോ? എന്താ ചുറ്റുപാടുകൾക്ക് പരിഭ്രമം ഉണ്ടാകാത്തത്? ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ആരും നിർബന്ധിക്കാതെ സ്വമനസ്സോടെ കർത്താവിന്റെ എന്തെങ്കിലും ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. കർത്താവിന് സന്തോഷത്തോടെ കൊടുക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കും. അവരെയാണ് ദൈവം സ്നേഹിക്കുന്നത്. നിർബന്ധിച്ച് നമ്മളൊരു കാര്യം ചെയ്യരുത്. പണ്ടത്തെ പിതാക്കന്മാർ പറയും, തല്ലി പഴിപ്പിച്ചാൽ ആ ചക്ക തിന്നാൻ കൊള്ളൂല്ല, അത് കയ്പായി. വേണം വീട്ടിൽ ചെന്ന് വിളയാത്ത ഒരു ചക്ക എടുത്ത് ഒരു വടിയോ കമ്പോ കൊണ്ട് നന്നായിട്ടൊന്ന് തല്ലി ചതയ്ക്കണം. പിതുക്കിയാൽ പിതുക്കും, പക്ഷെ അതിനെ അറുത്താൽ തല്ലാത്ത ചക്ക തിന്നാനെങ്കിലും കൊള്ളാം, ഈ തല്ലിയ ചക്ക കയ്ക്കും. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, സ്വമനസ്സോടെ ചെയ്യണം, ആരുടെയും നിർബന്ധമില്ലാതെ. എങ്കിലേ സ്വർഗത്തിലെ പ്രതിഫലം ലഭിക്കും. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ കർത്താവിന് വേണ്ടി ഓടാൻ കഴിയണം. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയും രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിക്കുന്നവരാണ് ഈ പരസ്യത്തിന് വേണ്ടത്. വീട്ടിൽ വെറുതെ കിടന്ന് ഉറങ്ങുന്നവരാർക്ക് സമയമില്ല. അവർക്ക് അവരുടെ മുമ്പിൽ അവരുടെ വെറുച്ചെലവാ. വിശ്രമമില്ലാതെ ഓടുന്നവരാണ് അധികം പേരും പരസ്യത്തിന് സംബന്ധിക്കുന്നത്. അവരുടെ അകത്താണ് ആ താല്പര്യം. നമ്മുടെ അകത്തുനിന്ന് ആ ഒരു ദാഹവും താല്പര്യവും വർദ്ധിക്കുകയാണ്. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുന്നത്. യേശുവിന്റെ ഉപദേശത്തിൽ ജനം വിസ്മയിക്കുവാനിടയായിരുന്നു. നമ്മുടെ വാക്ക് കേട്ടിട്ട് ആർക്കെങ്കിലും ഇത് പഴയ വിജയനാണോ എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് ഇത് പഴയ ആൻസിയാണെന്നോ പഴയ ജീരയാണെന്നോ ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾക്കും അത് കഴിയും. നിങ്ങളും ആ സ്ഥലത്തേക്ക് വരുവാൻ ഒരു ദാഹം ഉണ്ടാകണം, ഒരു ആർത്തി ഉണ്ടാകണം. ആർത്തി ഉള്ളവരെയാണ് കർത്താവ് തൃപ്തിപ്പെടുത്തുന്നത്. മാൻതീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ കർത്താവേ നിന്നോട് ചേരുവാൻ ഞാൻ കാക്ഷിക്കുന്നത് ഭക്തൻ പറയുന്നു. കർത്താവിനോട് അടുത്തു വരുവാൻ, കർത്താവിനോട് അടുത്തിരിക്കുന്നത് അത്ര നല്ലതെന്ന് വേദപുസ്തകം പറയുന്നു. ആ കർത്താവിനോടുള്ള വാസം ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 12-ാമത് വചനം. മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം. ഉടനെ അവൻ എഴുന്നേറ്റു, കിടക്കയെടുത്ത് എല്ലാവരും കാണെ പുറപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഞാൻ വായിച്ചു കേൾപ്പിച്ച ഓരോ വാക്യത്തിലും അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടും. നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നാൽ അതിന് മഹത്വം മുഴുവനും ദൈവത്തിനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടെ സാക്ഷ്യം പറയാൻ വരുമ്പോൾ പറയാറുണ്ട്, പാസ്റ്ററെ പൊക്കി പറയാൻ നിങ്ങൾ വരണ്ട. പാസ്റ്റർ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുന്നു. മനുഷ്യരെ ഉയർത്തുവാനല്ല നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവത്തെ ഉയർത്തുവാൻ. പക്ഷപാതക്കാരനായ ഒരു മനുഷ്യൻ സകല മനുഷ്യരെ കാണെ അവൻ കിടക്ക എടുത്ത് യേശു പറയും, നീ കിടക്കെടുത്തിട്ട് വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോ സകല ജനവും പറഞ്ഞു, ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് അത്ഭുതമാണ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം തയ്യാറായി. ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കേരളത്തിൽ നിന്ന് വാഹനം ഓടിച്ച് ദേശങ്ങളെല്ലാം ചുറ്റി പ്രാർത്ഥിച്ച് ഡൽഹിയിൽ
പോയി ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് കഴിഞ്ഞ ഏകദേശം ഒരു 7 വർഷങ്ങൾക്ക് പുറകെ നമ്മുടെ ആലയത്തിൽ 5 പേരുമായിട്ട് ഒരു വാഹനത്തിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ഒരു സംസ്ഥാനത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ ഇടമില്ല. ക്രിസ്തപ്പനോട് പറഞ്ഞു, ഞങ്ങൾ 2 ദിവസം തുടർച്ചയായി യാത്ര, 1.5 ദിവസം യാത്ര ചെയ്താണ് വരുന്നത്, എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാനുള്ള അവസരമുണ്ടോ? അപ്പോൾ വാട്സാപ്പിനകത്തൊരു ഫോൺ നമ്പർ ഇട്ട് ഇവിടെ ഇരിക്കുന്ന ആ പിതാവിന്റെ മകൾ കുടുംബവും താമസിക്കുന്ന ഒരു ക്യാമ്പസ്, ആ ലൊക്കേഷൻ ഇട്ട് ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു വരാനായിട്ട്. അത് സജീവ് വിനോദമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായി. ഞാൻ പറഞ്ഞത്, ഞങ്ങളെ സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് പലയിടത്തും ഞങ്ങളെ താമസിപ്പിക്കാൻ ഏകദേശം ഒരു 2 ആഴ്ചയോളം നീളുന്ന ഒരു 20 ദിവസത്തിൽ കൂടുതലോളം 20 ദിവസത്തോളം നീളുന്ന ഒരു യാത്രയായിരുന്നു. ഇവിടുന്ന് പല സ്ഥലങ്ങൾ ചുറ്റി അത് ഡൽഹിയിലെത്തി തിരിച്ച് നാട്ടിലെത്തുമ്പോ പല സ്ഥലങ്ങളിലും ഞങ്ങളെ സ്വീകരിച്ച ദൈവദാസന്മാർ പറഞ്ഞത്, പക്ഷെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല, കേരളത്തിൽ നിങ്ങളെ വന്ന് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാണ്. ഞങ്ങൾ ആ ദേവദാസന്റെ മകളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചെന്ന ഉടൻ ഭക്ഷിക്കാനായിട്ട് 1 സെറ്റ് ഭക്ഷണം, പിന്നെ കുളിച്ചിട്ട് വന്ന് വിശ്രമിക്കുമ്പോ കുളിച്ചിട്ട് വരുമ്പോ കഴിക്കാൻ, യാത്ര പുറപ്പെടുമ്പോ 1 നേരത്തെ ഭക്ഷണം, പിന്നെ ഞങ്ങൾക്ക് പോകുമ്പോ യാത്രയിൽ കഴിക്കാൻ അടുത്ത സെറ്റ്. ഇത് കർത്താവിന്റെ നാമത്തിന് വേണ്ടി അവർ ഒരുക്കുന്നതാണ്. ഇത് പകൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി 1 ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലോ അതിന് പ്രതിഫലമുണ്ട്. എന്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവം വീര്യപ്രവൃത്തികളുടെ ദൈവമാണ്. ഞങ്ങളുടെ യാത്ര ഒരു സ്ഥലത്തും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരാതെ കർത്താവ് ഞങ്ങളോട് കൂടെ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അതെ, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ അന്നത്തെ യാത്ര മറക്കുവാൻ കഴിയാത്ത ഒരു യാത്രയാണ്. യേശുവിനോട് എന്തെങ്കിലും ചെയ്യുവാൻ അവസരമുള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇന്ന് പകൽ കർത്താവിന്റെ ഉപദേശത്തിൽ ജനം വിസ്മയിച്ചു. ദൈവത്തിന്റെ അത്ഭുതം നടന്നപ്പോൾ ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. നമ്മുടെ ഒരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമ്പോൾ കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നുവോ? ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 37-ാമത് വാക്യം വായിക്കുമ്പോൾ, സകലവും നന്നായി ചെയ്തു, ചെകിടരെ കേൾക്കുമാറാക്കുന്നു, ഊമനെ സംസാരിക്കുമാറാക്കുന്നു എന്ന് പറഞ്ഞ് അത്യന്തം വിസ്മയിച്ചു. യേശു കർത്താവ് എല്ലാം നന്നായി ചെയ്തു. കർത്താവിന്റെ വേല നന്നായി ചെയ്യുമ്പോൾ, വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയായി. കർത്താവിനെ മഹത്വം കൊടുക്കുവാൻ ഈ പകൽക്കാലം നമുക്ക് കഴിയുമോ? ഇന്നലകൾ ദൈവം ചെയ്ത എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്താൽ തൊട്ടടുത്ത ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പിന്നെയും നമ്മുടെ മേൽ വെളിപ്പെടുവാനിടയായി. കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്യുന്നവരല്ല. നമ്മൾ പാടാറുണ്ട്, നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്ത ദൈവം. മനുഷ്യർ നമുക്ക് തിന്മ ചെയ്യുമ്പോഴും കർത്താവ് പഠിപ്പിച്ചു, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുവാൻ, നന്മയാൽ തിന്മയെ ജയിക്കുവാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. അതാണ് കർത്താവിൻ്റെതായ ഉപദേശം. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 47-ാമത് വാക്യം വായിക്കുമ്പോൾ, അവന്റെ വാക്ക് കേട്ടവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. യേശുവിന്റെ വാക്ക് കേട്ട എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. കർത്താവിന്റെ വാക്കിൽ നമുക്ക് ഭയം വരണം. കർത്താവിന്റെ വചനത്തിൽ നാം ഭയപ്പെടുവാൻ ഇടയായിത്തീരണം. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിനെ പഠിപ്പിച്ച ഒരു കാര്യം,
ദൈവവചനത്തിന്റെ ശക്തിയെ കുറിച്ച് ഞാനിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം സന്ധിമഞ്ഞകളെ വേർപിടിപ്പിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നു. അസ്ഥികൾക്കകത്തുള്ള രോഗത്തെ സൗഖ്യമാക്കുവാൻ ഈ വചനത്തിന് കഴിയും. പക്ഷെ ഈ വചനം അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാൻ നമ്മൾ അനുവദിക്കണം. നമ്മൾ കേൾക്കുമ്പോ തന്നെ കർത്താവ് ഇത് മതിയെന്ന് പറയും. ഇല്ല, അത് പ്രാണനെയും ആത്മാവിനെയും വിവേചിക്കുക. കേൾക്കുന്ന വചനം എന്നെ വിവേചിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കണം. എന്റെ അസ്ഥി മജ്ജകളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞാൻ അനുവദിക്കണം. എങ്കിലേ വിടുതൽ വരികയുള്ളൂ. ആ വിടുതൽ കണ്ടിട്ടാണ് ദേശത്ത് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. ദൈവത്തിന്റെ വചനത്തിന്റെ ജീവൻ ആഴ്ന്നിറങ്ങുവാൻ നമ്മുടെ ശരീരം നമ്മൾ അനുവദിക്കാറില്ല. അതാണ് പലപ്പോഴും നമ്മൾ അനുഭവിക്കേണ്ട വിടുതൽ തടസ്സപ്പെടുന്നത്. കർത്താവിന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും അത് ലോകം വിസ്മയിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ വചനം കേട്ടവരെല്ലാം അതിശയിക്കുവാൻ കാരണം 12ാമത്തെ വയസ്സിൽ മഹാപുരോഹിതന്മാരോടും ശാസ്ത്രിമാരോടും തർക്കിക്കുന്ന ഒരു യേശുവിനെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പലരും ചോദിക്കുക, നീ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ, നിനക്ക് ഈ ജ്ഞാനം എവിടെ? കർത്താവ് വളരുന്തോറും അവന്റെ ജ്ഞാനവും വളർന്നുകൊണ്ടിരിക്കും. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി ലോകത്തിൽ അവതരിച്ച യേശുവിന്റെ ജ്ഞാനത്തോട് തുല്യമാക്കുവാൻ മറ്റൊന്നിനും കഴിഞ്ഞില്ല. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 22-ാമത് വാക്യം വായിക്കുമ്പോൾ എല്ലാവരും അവനെ പുകഴ്ത്തി അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. കർത്താവിന്റെ വായിൽ നിന്ന് വചനം നിമിത്തം ജനം അതിശയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നമ്മുടെ വാക്കുകൾക്ക് മാറ്റം വരുത്തണം. നമ്മുടെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടണം. ദൈവത്തിന്റെ വചനം ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ദൈവത്തിന്റെ വചനം അത് നാം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും. ലൂക്കോസ് 4:36 വായിക്കാം. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. യേശു അധികാരത്തോടും ശക്തിയോടും അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. അവ പുറപ്പെട്ടു പോകുന്നു. തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. യേശു കർത്താവിന്റെ വാക്കിന്റെ മുമ്പിൽ ഒരു അന്ധകാര ശക്തിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. യദനദേശത്ത് യേശു കാൽ ചവിട്ടുമ്പോൾ തന്നെ ആ ദേശത്തെ മുഴുവൻ ഭയപ്പെടുത്തിയിരുന്ന ആ പിശാചിനാൽ ബന്ധിക്കപ്പെട്ട മനുഷ്യൻ വന്ന് യേശുവിന്റെ മുട്ടുമടക്കിയിട്ട് പറയുക, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ എന്താ ഇന്ന് പകൽ ആ മനുഷ്യനെ ഭരിച്ചിരുന്ന പൈശാചക്തി വിട്ടുപോയപ്പോ തെക്കപ്പൊലി നാൾ ദേശം മുഴുവനും യേശുവിനെ അറിയുവാനിടയാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നത് നമ്മൾ മൂടി വയ്ക്കാതെ നമ്മുടെ ചാച്ചക്കാരോട്, പ്രിയപ്പെട്ടവരോട്, സ്നേഹിതരോട് ഇത് പറയാൻ കഴിയണം. അവിടെയാണ് ദേശത്ത് ദൈവ ഭയമുണ്ടാകുന്നത്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ പതിഞ്ഞപ്പോൾ, അഗ്നിനാവുകൾ പോലെ പതിയപ്പെട്ടപ്പോൾ, അന്യഭാഷകൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും ആശ്ചര്യമുണ്ടായി, അവർക്ക് പരിഭ്രമമുണ്ടായി, അവർ ചഞ്ചലിക്കുവാനിടയായി തീർന്നു. നമ്മുടെ വാക്ക് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും പരിഭ്രമം ഉണ്ടാകാറുണ്ടോ? നമ്മുടെ നാവ് ദൈവത്തിന്റെ ഹിതമില്ലാത്തതിനൊന്നും വിട്ടുകൊടുക്കുക.
ഒരുപാട് തമാശ പറയുന്ന ഒരാള് സത്യം പറഞ്ഞാൽ നമ്മൾ തമാശയായിട്ടേ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. സീരിയസ് ആയി പറയുന്ന ഒരു കാര്യവും എന്താ കാര്യം, ഈ മനുഷ്യൻ കാണുമ്പോഴൊക്കെ തമാശ പറയുന്ന മനുഷ്യനാണ്. അവിടെ ഇതും തമാശയുടെ കൂട്ടത്തില് നമ്മുടെ അത്തരം തമാശ പറയാനുള്ളതല്ല, ഇതയോ ദൈവവചനം പറയാനുള്ളത്. നമ്മുടെ അതിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ദേശം ഭയപ്പെടുവാനിടയായി. അഭിഷക്തന്മാർ ദേശത്തെ നോക്കി കൽപ്പിക്കുമ്പോൾ ദേശത്തിന് ഇരുട്ടിന്റെ ശക്തികളെല്ലാം വെട്ടേറ്റ് വീഴുവാനിടയായി. ദൈവം നൽകുന്ന അധികാരം അതാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വെളിച്ചമുള്ള ഒരു സ്ഥലത്തിന് ഇരുളിന് നിൽക്കാൻ നമ്മൾ ഇതിനെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വെളിച്ചം കുറഞ്ഞു പോയതുകൊണ്ട്. നമ്മുടെ വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ടെത്ര വലിയതെന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പൊ നോക്കുമ്പോൾ ലോകത്തിന് ഭയം വരത്തക്കവണ്ണം നമ്മുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തണം. എല്ലാവരും ഭ്രമിച്ച് സഞ്ചരിച്ചു പോയി. അപ്പോസ്തലന്മാരിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിച്ച് കുഞ്ഞുങ്ങളെല്ലാവരും എഴുന്നേക്ക്, കണ്ണുകളുടെയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ അഗ്നിയുടെ സ്പർശനം 120 പേരുടെ പതിഞ്ഞപ്പോൾ അവിടെ ആധരം തുറന്ന് അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം ആ കർത്താവിന്റെ സ്പർശനം നമുക്ക് അനുഭവിക്കുവാൻ, ആ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവത്തിന്റെ കൃപ. എല്ലാ കണ്ണുകളും അടച്ചേ, കുഞ്ഞുങ്ങളെല്ലാം പാടിച്ചു തുടങ്ങിക്കോ. എല്ലാവരും വായി തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ദൈവം നമ്മൾ നടത്തിയതിന്, കഴിഞ്ഞ ഒരു സ്തോത്ര ഒരു രാത്രി മുഴുവൻ നമ്മെ കാത്തതിന്, നമ്മോടൊപ്പം ആയിരുന്ന പലരെയും ഇല്ല പകല് കാണാനില്ലാതിരിക്കുമ്പോ ദൈവം നമ്മൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. എത്രയോ അത്ഭുതങ്ങൾ നമ്മൾ കണ്ടതല്ലേ? എന്താ നമ്മുടെ അയൽക്കാർക്ക് ഒരു പരിഭ്രമം വരാത്തത്? പിന്നെയും പിന്നെയും അവർ അഭിയാനം ചെയ്യുന്നത് ഈ ദൈവമഹത്വം അവർക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇത് പകൽക്കാലം പ്രത്യക്ഷമായി ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വരും. ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇറങ്ങി വരുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ കഴിയണം. നമ്മുടെ അതൊരു തോന്നലല്ല, അതൊരു അനുഭവമായി മാറുവാൻ അതിനെ തുടർന്ന് ആ ദൈവത്തോട് കർത്താവേ, അങ്ങയുടെ സ്പർശനം അനുഭവിക്കാതെ ഇന്ന് പകൽക്കാലം ഞാൻ ആരെയും വിട്ടുപോകുകയില്ല. ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ശക്തിയോടെ നമ്മുടെ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ സാന്നിധ്യം ശക്തിയോടെ ഇറങ്ങി വരട്ടെ. അന്യഭാഷ പ്രതികരിക്കുക എല്ലാവർക്കും അതിനെ തുടർന്ന് അന്യഭാഷ ആ ദൈവത്തിൽ സ്തോത്രമാണ്. സ്തുതികളെ വസിക്കുക. ആ ദൈവ സാന്നിധ്യം ശക്തിയോടെ വ്യാപരിക്കട്ടെ. ആരും അനുഭവിക്കരുത്. അതിനെ തുടർന്ന് അന്യഭാഷകളിൽ ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ കരങ്ങൾ ചലിക്കട്ടെ, അവരെ പോകട്ടെ. അവൻ
ചുറ്റുപാടുകൾ ദൈവത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം ആവിചാരം ചെയ്യുന്നവർ ദൈവത്തിലേക്ക് വരുക. നിന്റെ ഭവനത്തിനകത്ത് ഒരത്ഭുതം നടക്കുക. ദൈവത്തിന്റെ കരവെളിപ്പെടുക. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഞങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. ഞങ്ങളുടെ ഉപജനമാർഗത്തിന്റെ മേഖലകളില് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. ഞങ്ങളുടെ ജീവിത യാത്രയില് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുക. ആലയത്തിനകത്ത് അത്ഭുതം കാണുക. ദേശത്ത് അത്ഭുതം നടക്കുക. ജനം പരിഭ്രമിച്ച് ദൈവത്തിലേക്ക് മടങ്ങുക. ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അങ്ങ് കൃപ ചെയ്യണമേ. കടന്നു വന്ന സകല മേല് ദൈവത്തിന്റെ കൃപ പകരണം. സന്തോഷത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി സ്വഭവനങ്ങളിൽ സ്വസ്ഥമായി വസിച്ച് നിർഭയം ജീവിച്ച് പിന്നെ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിന്റെ തേജസ്സിന്റെ മറവിൽ എല്ലാവരെയും പറയും. വാഹനങ്ങൾ കടന്നു എല്ലാവരെയും ദൈവം സൂക്ഷിക്കും. തുടർന്ന് സംഘടന ആരാധനകളിൽ മറ്റ് ശുശ്രൂഷകളുടെ ദൈവകൃപ സകലതും യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. പ്രാർത്ഥനകൾ കേണം പരിശുദ്ധ പിതാവേ. ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹം ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിക്കും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച ദൈവവചനങ്ങളും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവ് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരൂ. സമാധാനത്തോടെ പോകാം. ദൈവം നമ്മെ